നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സായ നിമിഷപ്രിയയുടെ മോചനത്തിനായി വേണ്ടത് 3 കോടി രൂപ. മകളെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾക്ക് പിന്തുണയായി ആശ്വാസധനം ഉടൻ സ്വരൂപിക്കണമെന്ന പൊതുജനങ്ങളോട് അമ്മ പ്രേമകുമാരി വീഡിയോ കോൺഫറൻസ് വഴി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഏത് സമയത്തും വിധി നടപ്പിലാക്കാനുള്ള ഉത്തരവ് ഉണ്ടാകുമെന്നതിനാൽ എത്രയും വേഗം പണം സ്വരൂപിക്കണം. ആശ്വാസധനത്തിനും മറ്റു നടപടികൾക്കും ആവശ്യമായ 3 കോടിയോളം രൂപ അക്കൗണ്ടിലുണ്ടെന്ന് ബോധ്യപ്പെടുത്തണമെന്നും ഇവർ പറഞ്ഞു. കൊല്ലപ്പെട്ട തലാൽ അബ്ദു മഹദിയുടെ കുടുംബം ആശ്വാസധനം സ്വീകരിച്ച് നിമിഷയോട് ക്ഷമ ചോദിക്കുന്നതോട് മാത്രമേ ഈ ജയിൽ മോചനം സാധ്യമാകൂ. മഹദിയുടെ കുടുംബവുമായി നേരിട്ട് ചർച്ച നടത്താൻ കഴിയില്ല. അവരുടെ ഗോത്ര തലവനെ അതിന് കഴിയും. അവരുമായി ചർച്ച നടത്താൻ 25 ലക്ഷം രൂപയും മോചനത്തിന് അപേക്ഷിക്കാൻ മറ്റൊരു 25 ലക്ഷം രൂപയും ഉടൻ സമാഹരിക്കേണ്ടതുണ്ട്. മകളുടെ മോചനത്തിനായി ഈ തുക എത്രയും വേഗം സമാഹരിച്ച് തരണമെന്ന് അമ്മ പ്രേമകുമാരി പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലിന്റെ അംഗങ്ങളുടെയും സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെയും നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ജിബൂട്ടിലെ ഇന്ത്യൻ എംബസി യമൻ പൗരനായ ഒരു അഭിഭാഷകനെ നിയമിക്കുകയും നിമിഷയ്ക്ക് വേണ്ടി ചർച്ച നടത്താൻ മറ്റുമായി സൗകര്യങ്ങൾ ഒരുക്കിയതും. ഏപ്രിലാണ് മകളെ കാണാനായി അമ്മ പ്രേമകുമാരി യമനിലേക്ക് പോയത്. പാലക്കാട് കൊല്ലങ്കോട് തേക്കിൻചിറ സ്വദേശിനിയാണ് നിമിഷപ്രിയ. യമനിൽ നഴ്സായി ജോലി ചെയ്തു വരികയായിരുന്നു. 2017 ജൂൺ 25-ന് യമൻ പൗരനായ തലാൽ അബ്ദു മഹദിയെ വിഷം കുത്തിവെച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. തൊടുപുഴ സ്വദേശിയായ ടോമിയെയാണ് നിമിഷ വിവാഹം കഴിച്ചിരിക്കുന്നത്. ഭർത്താവ് സ്വകാര്യ സ്ഥാപനത്തിലും നിമിഷ ക്ലിനിക്കിലും ജോലി നേടി. അതിനിടെ യമൻ പൗരനായ തലാൽ അബ്ദു മഹദിയെ പരിചയപ്പെടുകയും ഇരുവരും ചേർന്ന് കച്ചവട പങ്കാളിത്തത്തോടെ ക്ലിനിക് തുടങ്ങാനും തീരുമാനിക്കുകയായിരുന്നു. യമൻ പൗരന്റെ ഉത്തരവാദിത്വത്തോടെ അല്ലാതെ ക്ലിനിക്ക് ആരംഭിക്കാനാവില്ല എന്നതിനാലാണ് മഹദിയുടെ സഹായം ഇവർ തേടിയത്. ബിസിനസ് തുടങ്ങാൻ നിമിഷയും ഭർത്താവും തങ്ങളുടെ സമ്പാദ്യമെല്ലാം മഹദിക്ക് കൈമാറുകയായിരുന്നു. ബിസിനസിന് കൂടുതൽ പണം ആവശ്യമുള്ളതിനാൽ നിമിഷയും ഭർത്താവും മകളുമൊത്ത് നാട്ടിലേക്ക് വന്നു. പിന്നീട് നാട്ടിൽ നിന്ന് യമനിലേക്ക് തിരിച്ചുപോയത് നിമിഷ മാത്രമായിരുന്നു. ബിസിനസ് പച്ച പിടിക്കുമെന്നും മഹദി ചതിക്കില്ലെന്നുമായിരുന്നു ഇവരുടെ വിശ്വാസം. നിമിഷപ്രിയ പോയതിനു ശേഷം യമനിലേക്ക് തിരിച്ചു പോവാനായിരുന്നു ടോമി ഉദ്ദേശിച്ചെങ്കിലും യമൻ സൗദി യുദ്ധത്തെ തുടർന്ന് യാത്ര മുടങ്ങുകയായിരുന്നു. മഹദിയുമായി ചേർന്ന് ക്ലിനിക്ക് തുടങ്ങിയ ശേഷം തന്റെ ഭാര്യയാണെന്ന് പലരെയും ഇയാൾ വിശ്വസിപ്പിച്ചു. വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റും ഉണ്ടാക്കി. ഇരുവരും ചേർന്ന് ആരംഭിച്ച ക്ലിനിക്കിലെ വരുമാനം മുഴുവൻ ഈ തലാല് സ്വന്തമാക്കി. പാസ്പോർട്ട് തട്ടിയെടുക്കുകയും ചെയ്തു. അതുപോലെ സ്വർണം എടുത്ത് വിൽക്കുകയും ചെയ്തു. അധികൃതർക്ക് പരാതി നൽകിയ നിമിഷപ്രിയയെ മഹദി മർദ്ദനത്തിന് ഇരയാക്കി. ജീവൻ അപകടത്തിലാകുമെന്ന ഘട്ടത്തിലാണ് താൻ മഹദിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചത് എന്നാണ് നിമിഷ പറയുന്നത്. യമൻ പൗരനായ തലാൽ അബ്ദു മഹദിയുടെ മാനസിക ശാരീരിക പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാനായി മഹദിയെ കൊലപ്പെടുത്തിയെന്നാണ് നിമിഷയ്ക്കെതിരെയുള്ള കേസ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.